പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് അമ്മയെ സ്തുതിച്ച് സാക്ഷ്യം പറയുവാനുള്ള അനുഗ്രഹം തന്നതിന് ഞാൻ അമ്മയോട് ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഞാൻ 30/5/2023 ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ നന്ദി പറയാനാണ് ഞാനും എൻ്റെ മോളും ഇന്നിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഷീല ജോൺസൺ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വടക്കനാട് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ മകൾ രാഗിൻ മരിയ ജോൺ. ഇവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മകൾക്ക് 6 വർഷമായിട്ട് പീരീഡ്സ് ആകുമ്പം അതിയായ വയറുവേദനയായിരുന്നു. അവൾക്ക് വയറുവേദന വന്നു കഴിഞ്ഞാൽ അവൾക്ക് കിടക്കാൻ മേല, ഇരിക്കാൻ മേല, അവൾക്ക് നിൽക്കാൻ മേല. അവൾ അനുഭവിക്കുന്ന വേദന ഞാൻ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അത്രയേറെ വേദനയായിരുന്നു എൻ്റെ കുഞ്ഞിന്. അവൾ വേദന വന്നു കഴിഞ്ഞാൽ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, മമ്മി ഈ ഒരു വേദന എനിക്ക് വരുമ്പം എനിക്ക് മരിച്ചാലോ എന്ന് തോന്നുക, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതല്ലേ മമ്മി, അത്രയേറെ വേദനയാണ്. ഒരു മരണവേദന എന്താണോ അതാണ് എൻ്റെ കുഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ട് നിസ്സഹായമായിട്ട് കരയാൻ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അവളെ നേഴ്സിങ്ങിന് കൊണ്ട് ചേർത്തു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എൻ്റെ കുഞ്ഞിന് ഈ വയറുവേദന വന്നാൽ അവളെ എങ്ങനെയാണ് ഹോസ്റ്റലിൽ പോയിട്ട് ഈ വേദന സഹിച്ച് കഴിയുക? എനിക്ക് സഹിക്കാൻ മേലായിരുന്നു. ഞാൻ അമ്മയോട് എന്നും കരഞ്ഞു പ്രാർത്ഥിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എന്നും കരഞ്ഞു പ്രാർത്ഥിക്കും. അവളെ ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തപ്പം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും അവളുടെ കയ്യിൽ കാശ് രൂപവും ഇവിടുന്ന് സ്റ്റാളിൽ നിന്ന് മേടിച്ച കാശ് രൂപവും കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു എന്നും പ്രാർത്ഥിക്കണമെന്ന്. എല്ലാ ദിവസവും ഞാൻ മുട്ടുകുത്തി നിന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ അടുത്ത മാസം അവൾക്ക് വയറുവേദന വരുമ്പോൾ അവളുടെ കൂടെ അമ്മ കൂട്ടുകാരെ ആരെയെങ്കിലും വിട്ട് ഒരു ആശ്വാസം കൊടുക്കണേ. എൻ്റെ മനസ്സ് മുഴുവൻ അവൾ വേദന വരുമ്പം എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നിയ ആ ഒരു അവസ്ഥ മാത്രമായിരുന്നു. പിറ്റേ മാസമായപ്പോഴേക്കും ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിറ്റേ മാസം ഇവളെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അന്ന് മുതൽ എൻ്റെ അമ്മ ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനെ ആ വയറുവേദന വരുത്തിയിട്ടില്ല. അവളെ പൂർണ്ണമായിട്ടും ആ വേദനയിൽ നിന്ന് അവളെ സുഖപ്പെടുത്തി തന്നി അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവൾക്ക് കണ്ണിലൊരു നീർക്കെട്ട് വരികയും കണ്ണിനൊരു മൂടൽ പോലെ വരികയും ചെയ്തു. ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾ കൊണ്ടുപോയി കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കോഴിക്കോട് കോൺട്രാക്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കോൺട്രാക്റ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് പരിശോധനകൾ നടത്തിയപ്പം ഒരു കുഴപ്പമില്ലെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ കുഞ്ഞിന് ഒരു കുറവുമില്ലായിരുന്നു. ഞാൻ ഇവൾക്ക് നേർച്ച വസ്തുക്കൾ കൊടുത്തുവിടുകയും തൈലം അവളുടെ കണ്ണിൽ പുരട്ടുകയും ഉപ്പ് ഉപയോഗിച്ച് വെള്ളം ഉള്ളിൽ കുടിക്കാൻ കൊടുത്തു. അവളുടെ കയ്യിലുള്ള കാശ് ഉപയോഗിച്ച് അവൾ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവൾ പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് ആ രോഗം പിന്നീട് ഇന്ന് വരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ അവൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുകയില്ല. എപ്പോഴും ടെൻഷൻ അടിക്കുമായിരുന്നു, മമ്മി പരീക്ഷ എഴുതുമ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എന്ന്. ഞാനിവിടുന്ന് ഉടമ്പടി കാശ് രൂപം ഞാൻ അവളുടെ കയ്യിൽ പരീക്ഷ സമയത്ത് കൊടുത്തുവിട്ട് ഉപ്പ് അവൾ കൊണ്ടുപോയി. അതുപോലെ തന്നെ തൈലവും നെറ്റിയെ പുരട്ടി അവൾ പോയി പരീക്ഷ എഴുതി. അവൾക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനുള്ള കൃപ മാതാവും ഈശോയും കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങളുടെ വീട് ചോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു മെയിൻ്റനൻസ് പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഞങ്ങൾ ലോൺ എടുത്തു. ആ പൈസ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ലോൺ എടുത്ത് വീടിൻ്റെ പണി മെയിൻ്റനൻസ് പണി ചെയ്തു. 3-4 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അത് അമ്മയും ഈശോയും ഞങ്ങൾക്ക് വീട്ടിൽ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ബസ്സില്ലെങ്കിൽ വണ്ടി ഞങ്ങൾ അടുത്തുള്ളവരുടെ വണ്ടിയിലാണ് ദൂരേക്ക് പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഒരു വണ്ടി വേണമെന്ന് ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചായിരുന്നു. മാതാവ് അതും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈശോയും അമ്മയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് ഞങ്ങളുടെ വീടിനടുത്ത് അനാഥാലയങ്ങളിലും ആശുപത്രികളിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനൊന്നും അവരെയൊക്കെ പോയി കണ്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഒരിക്കൽ അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനങ്ങൾ എല്ലാ മാസവും ഞാൻ കൂടുമായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയിലും കൂടുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും, നിങ്ങൾ അടുത്തുള്ളവർക്ക് പോയി ചെയ്താലും മതി, നിങ്ങൾക്ക് ദൂരെ പോകാൻ പറ്റാത്തവർ. അപ്പോൾ ഞാനങ്ങനെ അവിടെ അടുത്തുള്ള വീടുകളിൽ പാവപ്പെട്ട ആദിവാസികളായ പ്രായമായ അമ്മമാരും മക്കളില്ലാത്തവരുണ്ട്. അവർക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക, പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള കാരുണ്യപ്രവർത്തികളൊക്കെ ഞങ്ങൾ ചെയ്യും. പത്രം കൊണ്ടുപോയിട്ട് ഞങ്ങൾ ബത്തേരിയിലും സ്റ്റാൻഡിലും ആശുപത്രികളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. 10 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുവാണ്.
ഇത്രയും നാളായിട്ടും ഞങ്ങൾക്ക് അംഗൻവാടി ജോലി സ്ഥിരപ്പെടുത്തിയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് അതും ചെല്ലുമായിരുന്നു, അമ്മേ ഞങ്ങൾക്ക് ആ ജോലി ഒന്ന് സ്ഥിരപ്പെടുത്തി കിട്ടണമെന്ന്. ഇപ്പോൾ ഞങ്ങൾക്കൊരായെ തന്ന് ഇപ്പോൾ ഞങ്ങളുടെ ജോലി സ്ഥിരപ്പെടുത്തി തന്ന് അനുഗ്രഹിച്ച ഞങ്ങളുടെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഷീല ജോൺസൺ എന്ന ഈ സഹോദരി മകളുടെ വളരെ ക്ലേശപൂർണമായ ജീവിതത്തിൻ്റെ സൗഖ്യത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും തുടർച്ചയായി നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൽ നിന്നും ഈശോയുടെ ലഭിച്ചതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യം സഹോദരി പറയുന്നത് മകളുടെ വയറുവേദനയാണ്. വളരെ കലശലായ വയറുവേദനയും അത് സഹിക്കുവാനാവാത്ത വിധം മകളാകെ വിഷമിച്ച് മാസങ്ങൾ ഓരോന്നും തള്ളി നീക്കിയതിനെയും മകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തെന്ന ഏറ്റവും കാര്യമായി അമ്മ വെച്ച നിയോഗവും അത് തന്നെയായിരുന്നു. മകൾ നേഴ്സിംഗ് പഠനത്തിന് പോകുന്നു, വീട്ടിൽ നിന്ന് അകന്നു മാറി ഹോസ്റ്റലിൽ താമസിക്കുന്നു. എല്ലാ മാസവും മകൾ വലിയ മനോവിഷമത്തോടു കൂടി മരണതുല്യമായ വേദന അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് മകളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 2 വർഷത്തോളമായി ഒരിക്കൽ പോലും പിന്നീട് ആ അസഹ്യമായ വേദനയിലൂടെ മകൾ കടന്നുപോയിട്ടില്ല. പൂർണ്ണമായ ശാന്തതയും സൗഖ്യവും ആരോഗ്യവും മകൾക്ക് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എത്ര വലിയ ഭാരങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് നിസ്സാരമായി ലഘൂകരിച്ചു തരുവാൻ അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണത്തിന് സാധിക്കുമെന്ന് ഈ കുടുംബം ഏറ്റുപറയുകയാണ്. 2004 ഡിസംബർ 7-ാം തീയതി കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തിൻ്റെ അടയാളങ്ങളാണ്: 1, ഭാരങ്ങൾ ലഘൂകരിച്ചു തരിക; 2, അസാധ്യമെന്ന് കരുതുന്നവ വേഗത്തിൽ നമുക്ക് സാധ്യമാക്കി തരിക; 3, സമയം ചുരുക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ നമുക്ക് സാധിച്ച് അനുവദിച്ചു തരിക; 2, മകളുടെ നേഴ്സിംഗ് പഠനം, അത് മലയാള ഭാഷയിലെല്ലാം പഠിച്ച മകൾ അവിടെ ചെന്നപ്പോൾ ഒട്ടും തന്നെ പഠിക്കുവാൻ, പരീക്ഷ എഴുതുവാൻ പറ്റാത്ത വിധത്തിൽ ക്ലേശിച്ചപ്പോൾ ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ഉപ്പ് അത് പരീക്ഷാമുറികളിൽ വിതറുകയും ഉടമ്പടി കാശുരൂപം കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് പരീക്ഷ എഴുതുകയും ചെയ്തതിലൂടെ വേഗത്തിൽ പരീക്ഷകൾ എഴുതുവാനും നന്നായി പരീക്ഷ എഴുതി വിജയിക്കുവാനും മകൾക്ക് സാധിച്ചു എന്ന സന്തോഷമാണ് അമ്മ പങ്കുവയ്ക്കുന്നത്. 3, കണ്ണിൽ വന്ന തടിപ്പും അതിലൂടെ വന്ന കാഴ്ചയ്ക്ക് വന്ന മങ്ങലും ഒക്കെ മാറുന്നതിന് ഉടമ്പടി തൈലം പൂശുകയും അതോടൊപ്പം ഉടമ്പടി ഉപ്പ് നേരിയ ചുടുവെള്ളത്തിൽ മകൾ കഴിക്കുകയും ചെയ്തതിലൂടെ അതിലും മകൾക്ക് ലഭിച്ച സൗഖ്യാനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കുടുംബത്തിന് ലഭിച്ച മറ്റ് അനുഗ്രഹങ്ങളെയും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1, സഹോദരിയുടെ ജോലി സ്ഥിരപ്പെട്ടത്; 2, ഭവനത്തിൽ ലഭിച്ച പ്രത്യേകമായ സംരക്ഷണങ്ങൾ; 3, വാഹനം മേടിക്കുവാൻ സാധിച്ചത്. ഓരോന്നും ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ഉടമ്പടിക്കാലം അത് അനുഗ്രഹത്തിൻ്റെ ജീവിതകാലമെന്ന് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ പരിശുദ്ധമ്മയുടെ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധമ്മയുടെ സംരക്ഷണയിലേക്ക് നമ്മളെ തന്നെ പേർത്തും സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണയിലൂടെ ഈശോ തമ്പുരാൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ യോഗ്യരാക്കുന്നു എന്നത് തന്നെയാണ്. നമ്മൾ കുറവുള്ളവരാണ്, നമുക്കില്ലായ്മകളുണ്ട്. ഈ കുറവുകളിലും ഇല്ലായ്മകളിലും പരിശുദ്ധമ്മയുടെ കൃപയുടെ സമൃദ്ധിയാണ് നമുക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുക. കോടിക്കണക്കിന് ജപമാലകൾ ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് ആരാധനകൾ ദൈവസന്നിധിയിലേക്ക് ഈ ആലയത്തിൽ നിന്ന് സമർപ്പിക്കപ്പെടുന്നുണ്ട്. അനേക മനുഷ്യർ ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും അഖണ്ഡ ജപമാലകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിയോഗം സമർപ്പിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളുടെയൊക്കെ കൃപയുടെ സമൃദ്ധിയാണ് നമ്മുടെ നിയോഗങ്ങളെ ഉടനടി പരിഹാരമായി ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ മാറ്റി സന്തോഷവും സംരക്ഷണവും നൽകി സഹായിച്ചു കൊണ്ടിരിക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതിനൊപ്പം നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ കണ്ണീരിനെ, നമ്മുടെ ഇല്ലായ്മയെ ദൈവസന്നിധിയിലേക്ക് ഏറ്റെടുത്ത് പരിശുദ്ധ കൃപാസന മാതാവ് വേഗത്തിൽ അനുഗ്രഹമായി, സംരക്ഷണമായി, സഹായമായി നമുക്ക് വേണ്ടി
നിലകൊള്ളണമേ എന്ന് ഈ മണിക്കൂറുകളിൽ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യത്തെയും നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.